ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ്. ദേ നമ്മുടെ കംബോഡിയൻ പ്ലാവിലെ ചക്കയും അതുപോലെ തന്നെ വീറ്റ്നാം സൂപ്പർ എർലിയിലെയും ചക്ക പഴുത്തിട്ടുണ്ട്. പലരും ചോദിക്കാറുണ്ട് ഇതിന് തമ്മിലുള്ള വ്യത്യാസം എന്നാണ്, ചുളകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ കംബോഡിയനിലെ ചക്കയ്ക്ക് കളർ കൂടുതലുണ്ട്, റോസ് കളർ കൂടുതലുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ചക്കച്ചുളയ്ക്ക് നല്ല കട്ടിയുണ്ട്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. കമ്പയർ ചെയ്യുമ്പം വീറ്റ്നാം സൂപ്പർ എർലിക്ക് അത്രയും കളറില്ല, അതുപോലെ തന്നെ അതിൻ്റെ ചുളയ്ക്ക് അത്രയും കട്ടിയില്ല. അതുകൊണ്ട് കൂടുതൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നു കംബോഡിയൻ തന്നെ ആയിരിക്കും. പക്ഷെ കൊമേഴ്സ്യൽ പർപ്പസിൽ ഇത് കൃഷി ചെയ്യുമ്പോൾ ഇത് ചക്ക മാർക്കറ്റിൽ ഇതിൻ്റെ ഇടിഞ്ചക്ക പോവില്ല. കംബോഡിയനിൽ വീറ്റ്നാം സൂപ്പർ എർലിയുടെ ഇടിഞ്ചക്കയായിട്ടാണ് കൂടുതൽ പോകുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഇപ്പം മാർക്കറ്റിംഗ് ആളുകൾ വന്ന് ചക്കയുടെ മേടിക്കാൻ വരുമ്പോൾ കംബോഡിയൻ്റെ വലിയ ചക്കയായിട്ടാണ് പോവുള്ളൂ. പക്ഷേ വീറ്റ്നാം സൂപ്പർ എർലിയുടെ ചെറിയ ഇടിഞ്ചക്കയാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പം നമുക്കൊക്കെ ചക്ക ഒന്ന് ഇട്ട് നോക്കാം. ഈ പ്ലാവിൻ്റെ പരിസരത്തേക്ക് പോകുമ്പോൾ മണമാണ്. 2 ചക്കയാണ് നമ്മുടെ കംബോഡിയനിലെ പഴുത്ത് കിടക്കുന്നത്. ഡോറിന് ഇട്ട് കാണിച്ചു തരാം. ചെറിയ ചക്കയാട്ടോ കംബോഡിയനിൽ ഇട്ടേക്കുന്നത്. ഇത് നമ്മുടെ വീറ്റ്നാം സൂപ്പർ എർലിയിലെ ചക്കയാണ്. അതും കൂടി ഇട്ട് കാണിച്ചു തരാം. ഇത് നല്ല പഴുത്തതാട്ടോ. നമ്മൾ മൂത്ത് നോക്കിയല്ല, പഴുത്ത് നോക്കിയാൽ 2 ഇട്ടേക്കുന്നത്. ശരിക്കും കംബോഡിയനിലാണ് ശരിക്കും വലിപ്പക്കൂടുതലുള്ള ചക്ക കിട്ടുന്നത്. പക്ഷെ ഇന്ന് തീരെ ചെറിയ ചക്കയാണ് പഴുത്ത് കിട്ടിയേക്കുന്നത്. കംബോഡിയനിലെ ചക്ക മുറിക്കുവാണ്. നോക്കിക്കേ, ചുളയ്ക്ക് കട്ടിയുണ്ട്, അതുപോലെ തന്നെ കളറുണ്ട്. ഇത് നമ്മുടെ വീറ്റ്നാം സൂപ്പർ എർലിയിലെ ചക്കയാണ്. ചെറിയ ചുളയാട്ടോ. മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചുളയ്ക്ക് കട്ടി കുറവാണ് വീറ്റ്നാം സൂപ്പർ എർലിക്ക്. പക്ഷേ കട്ടി കൂടിയത് നമ്മുടെ കംബോഡിയൻ പ്ലാവിനാണ്. നമ്മളിവിടെ കൊമേഴ്സ്യൽ പർപ്പസിൽ തന്നെ നമ്മുടെ വീറ്റ്നാം സൂപ്പർ എർലി ചെയ്തിട്ടുണ്ട്. കാരണം കുറഞ്ഞ സ്പേസിൽ ചെയ്യുന്ന ഒന്നായതുകൊണ്ട് ഈ റോഡ് സൈഡിലൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത് വീറ്റ്നാം സൂപ്പർ എർലിയാണ്. പക്ഷേ ചക്കപ്പഴമായിട്ട് അല്ലെങ്കിൽ വലിയ ചക്കയായിട്ട് നമ്മൾ കൊടുക്കാറില്ല. ഇടിഞ്ചക്ക പ്രായത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇടിഞ്ചക്കയായിട്ട് കൊടുക്കാൻ പറ്റുന്നവർ അത് കൃഷി ചെയ്യുക. ഇനി അതല്ല വലിയ ചക്കയായിട്ട് മൂത്തിട്ട് കൊടുക്കുന്നതാണെങ്കിൽ J33 അല്ലെങ്കിൽ അതുപോലുള്ള പ്ലാവുകൾ ചെയ്യുക. ഞാൻ കൊമേഴ്സ്യൽ പർപ്പസിൽ ചെയ്യാൻ വേണ്ടി കംബോഡിയൻ പ്ലാവ് പ്രിഫർ പറയാറില്ല. കാരണം ചിലപ്പം ഈ കംബോഡിയനിൽ മിക്കപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു പകുതി ചക്കയിൽ നമുക്ക് ഷേപ്പ് ഇല്ലാത്ത രീതിയിലുള്ള ചക്കയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് ഈ കംബോഡിയനോ വീറ്റ്നാം സൂപ്പർ എർലിയൊക്കെ ചെയ്യാം. വീട്ടാവശ്യത്തിലേക്ക് 1 or 2 കംബോഡിയനൊക്കെ എല്ലാവരും നട്ടുപിടിപ്പിക്കുക. വളരെ നല്ല ചക്കച്ചുള തന്നെയാണ് കംബോഡിയൻ പ്ലാവിൻ്റെയും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.